സർവശക്തനായ ദൈവത്തിൻ്റെ അതിപരിശുദ്ധ നാമം അതിയായി മഹത്വപ്പെടുമാറാകട്ടെ. കർത്താവിൽ പ്രിയ ദൈവമക്കളെ, നിങ്ങൾക്കേവർക്കും ജീസസ് വോയിസ് മെസ്സേജ് എന്ന പ്രഭാത ദൈവവചന ധ്യാന ശുശ്രൂഷയുടെ പുതിയൊരു എപ്പിസോഡിലേക്ക് സ്നേഹത്തോടെ സ്വാഗതം. അല്പസമയ ധ്യാനത്തിന് ഒരു തിരുവചനം വായിക്കുന്നു. യെശയ്യാ പ്രവാചകൻ്റെ പുസ്തകം അധ്യായം 45 വാക്യം 2. ഞാൻ നിനക്ക് മുമ്പായി ചെന്ന് ദുർഘടങ്ങളെ നിരപ്പാക്കുകയും താമ്ര വാതിലുകളെ തകർത്ത് ഇരുമ്പോടാമ്പലുകളെ ഖണ്ഡിച്ചു കളയുകയും ചെയ്യും. കർത്താവിൽ പ്രിയരെ, നാം വായിച്ചു കേട്ട യെശയ്യാ പ്രവാചകൻ്റെ പുസ്തകം 45 അധ്യായം 2 വാക്യത്തിൽ ദൈവം തൻ്റെ ദാസനായ അഥവാ അഭിഷിക്തനായ കോരേശിനോട് സംസാരിക്കുകയാണ്. ഈ സംഭാഷണത്തിൽ കോരേശ് എന്ന തൻ്റെ അഭിഷിക്തൻ്റെ അഥവാ ദൈവദാസൻ്റെ മുമ്പിലുള്ള പ്രതികൂലങ്ങളെ അതിജീവിക്കുവാനുള്ള ശക്തി വാഗ്ദാനം ചെയ്യുകയാണ് ദൈവം ഇവിടെ ചെയ്യുന്നത്. കോരേശ് എന്ന ആ ദൈവദാസൻ ആ നാളുകളിൽ വളരെ പ്രതികൂലങ്ങളിലൂടെ കടന്നു പോയിരിക്കാം. ആ നാളുകളിൽ അദ്ദേഹത്തിൻ്റെ മുമ്പിൽ വളരെയധികം ദുർഘടങ്ങൾ, പ്രതിസന്ധികൾ വന്നിരിക്കാം. ദൈവം തിരഞ്ഞെടുത്ത അഭിഷിക്തരെ ദൈവം വഴി നടത്തുവാൻ വിശ്വസ്തനാണ്. കാരണം വിളിച്ചവൻ ശക്തിമാനായ ദൈവമാണ്. ആ ദൈവം തൻ്റെ തിരഞ്ഞെടുക്കപ്പെട്ട ദാസന്മാര്, ദാസിമാര് ഒരിക്കലും അവർക്കായി നിയമിച്ചിട്ടുള്ള ശുശ്രൂഷ അവസാനിക്കാതെ അവരെ ഒരിക്കലും ഉപേക്ഷിക്കുകയില്ല. അവരുടെ ശുശ്രൂഷയ്ക്ക് ആവശ്യമായ എല്ലാ കൃപകളും, എല്ലാ വരദാനങ്ങളും, എല്ലാ അഭിഷേകവും ദൈവം നൽകുവാൻ വിശ്വസ്തനാണ്. ഇവിടെ ദൈവം തൻ്റെ ദൗത്യം ഏൽപ്പിക്കുവാനായി തിരഞ്ഞെടുത്ത കോരശിനെ നാം കാണുകയാണ്. ആ കോരശിൻ്റെ മുമ്പിൽ അദ്ദേഹം നോക്കുമ്പോൾ ചില വാതിലുകൾ അടയ്ക്കപ്പെട്ടിരിക്കുകയാണ്, ചില കതകുകൾ അടയ്ക്കപ്പെട്ടിരിക്കുകയാണ്. മുമ്പോട്ട് പോകുവാനുള്ള തടസ്സങ്ങൾ മാത്രമാണ് കാണുന്നത്. ഒരുപക്ഷെ ഈ അവസ്ഥയിൽ കോരേശ് ചിന്തിച്ചിരിക്കാം, ദൈവം എന്നെ ഈ ദൗത്യം ചെയ്യുവാൻ നിയോഗിച്ചിട്ട് എന്തുകൊണ്ടാണ് എൻ്റെ മുമ്പിൽ ഇത്രയും പ്രതികൂലങ്ങൾ? ഈ ചിന്തയിൽ കോരേശ് ആയിരിക്കാം ദൈവം വ്യക്തിപരമായി കോരേശിനോട് സംസാരിക്കുകയാണ്. ദൈവം പറയുകയാണ്, ഞാൻ നിനക്ക് മുമ്പായി ചെന്ന് നിന്റെ മുമ്പിലുള്ള ദുർഘടങ്ങളെ നിരപ്പാക്കി താമ്ര വാതിലുകളെ തകർത്ത് ഇരുമ്പോടാമ്പലുകളെ മെതിച്ചു കളയും അഥവാ ഖണ്ഡിച്ചു കളയും. ഇങ്ങനെ ഞാൻ വഴിയൊരുക്കുമെന്നാണ് ദൈവം പറയുന്നത്. വഴി അടയപ്പെട്ട അവസ്ഥ ചിലപ്പോഴെങ്കിലും നമ്മുടെയും ജീവിതത്തിൽ വരാറുണ്ട്. എന്നാൽ ആ സമയം നാം ദൈവത്തിനായി കാത്തിരുന്നാൽ, ദൈവശബ്ദത്തിനായി കാത്തിരുന്നാൽ, പ്രാർത്ഥിച്ചാൽ, ദൈവത്തിൽ ആശ്രയിച്ചാൽ മുന്നോട്ടുള്ള പ്രയാണത്തിന് ഇപ്രകാരമുള്ള വാഗ്ദത്തങ്ങളെ ദൈവം പൂർവ്വകാലങ്ങളിൽ പ്രവാചകന്മാർ വഴി
നൽകിയിരിക്കുന്ന വാഗ്ദത്തങ്ങളെ തന്നെ നമുക്ക് വേണ്ടി നിറവേറ്റുവാൻ ഇടയാകും. എന്തുകൊണ്ടെന്നാൽ വാഗ്ദത്തം ചെയ്തവൻ വിശ്വസ്തനാണ്, വാക്ക് മാറാത്തവനാണ്. നമുക്ക് വേണ്ടി, അഥവാ ദൈവത്തിൽ വിശ്വസിക്കുന്നവർക്ക് വേണ്ടി, അത് ദൈവദാസന്മാർക്ക് വേണ്ടി മാത്രമല്ല, ദൈവമക്കൾക്കും ലോകത്തിലെ ഇന്ന് ജീവിക്കുന്ന സകലജാതി ജനങ്ങൾക്കും രക്ഷയ്ക്കും നിത്യജീവനും ജീവനും ഭക്തിക്കും ആവശ്യമായിരിക്കുന്ന സകല നന്മകളും ദൈവം വാഗ്ദാനം ചെയ്തിരിക്കുകയാണ്. ഇതെല്ലാം പ്രാപിക്കുവാൻ നാം ദൈവത്തിൽ ആശ്രയിക്കണമെന്ന് മാത്രം. ആമേൻ, ആമേൻ. ദൈവമേ നിനക്കു സ്തോത്രം പാടിടും, 1000 സ്തുതികൾ ഞാൻ കരേറ്റിടും. ദൈവമേ നിനക്കു സ്തോത്രം പാടിടും, 1000 സ്തുതികൾ ഞാൻ കരേറ്റിടും. സന്താപകാലത്തും സന്തോഷകാലത്തും, സന്താപകാലത്തും സന്തോഷകാലത്തും എപ്പോഴും എന്റെ നാവു നിന്നെ വാഴ്ത്തുമേ, എപ്പോഴും എന്റെ നാവു നിന്നെ വാഴ്ത്തുമേ. ദൈവമേ നിനക്കു സ്തോത്രം പാടിടും, 1000 സ്തുതികൾ ഞാൻ കരേറ്റിടും. നിന്നെ അറിഞ്ഞിടാതെ പോയ പാതയിൽ നീ എന്നെ തേടി വന്ന സ്നേഹമോർക്കുമ്പോൾ, നിന്നെ അറിഞ്ഞിടാതെ പോയ പാതയിൽ നീ എന്നെ തേടി വന്ന സ്നേഹമോർക്കുമ്പോൾ, എന്നാവതെങ്ങനെ മിണ്ടാതിരുന്നിടും, എന്നാവതെങ്ങനെ മിണ്ടാതിരുന്നിടും. സ്തോത്രയാഗമെന്നും അർപ്പിച്ചിടും ഞാൻ, സ്തോത്രയാഗമെന്നും അർപ്പിച്ചിടും ഞാൻ. ദൈവമേ നിനക്കു സ്തോത്രം പാടിടും, 1000 സ്തുതികൾ ഞാൻ കരേറ്റിടും.